സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 8, 16, 17 വചനങ്ങൾ. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. യേശു നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുവാൻ തന്നെ. കർത്താവിൽ പ്രിയരെ, ഈ പ്രഭാതത്തിൽ നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 16, 17 തിരുവചനങ്ങളിൽ ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിലായിരുന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങളുടെ ഒരു ചരിത്രമാണ്, ഒരു രത്ന ചുരുക്കമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ യേശു പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ പ്രദേശത്തിലെ ജനങ്ങൾ പല ഭൂതഗ്രസ്തരെ, അതുപോലെ ദീനക്കാരെ, രോഗികളെ, പലവിധ ബലഹീനതകളാൽ വ്യാധികളാൽ ഭാരപ്പെട്ടിരുന്നവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാണ്. യേശു ആ സമയം അവരിൽ മനസ്സലിഞ്ഞ് അവർക്കെല്ലാവർക്കും സൗഖ്യം വരുത്തി കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയും നടന്ന സംഭവം അഥവാ ചരിത്ര സംഭവം ഇവിടെ രേഖപ്പെടുത്തിയിട്ട് ഈ സംഭവം ഇങ്ങനെ സംഭവിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച യെശയ്യാ പ്രവാചകൻ്റെ പ്രവാചകം കൂടി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശു നമ്മുടെ വ്യാധികളെ ചുമന്നു, നമ്മുടെ ബലഹീനതകളെ എടുത്തു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ പ്രവചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ലാണ് നാം കാണുന്നത്. ക്രിസ്തുവിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് പ്രവർത്തിച്ച പ്രവാചകൻ പ്രവചിച്ചത് അക്ഷരം പ്രതി നിറവേറുന്നതാണ് ഇവിടെ നാം കാണുന്നത്. ഇന്നും സത്യവേദ പുസ്തകത്തിൽ നിറവേറാത്ത ആയിരക്കണക്കിന് പ്രവചനങ്ങളുണ്ട്. ഇവിടെ നാം വായിച്ചു കേട്ടതുപോലെ യെശയ്യാ പ്രവാചകനിലൂടെ പ്രവചിച്ച പ്രവചനം ക്രിസ്തുവിൽ നിറവേറിയതുപോലെ ഇനിയും സത്യവേദ പുസ്തകത്തിൽ നിറവേറാനിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളും അക്ഷരാർത്ഥത്തിലും ആത്മീയാർത്ഥത്തിലും നിറവേറുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, അവിടുത്തെ വചനങ്ങൾക്കോ മാറ്റം വരികയില്ല എന്നാണ് തിരുവചനം വെളിപ്പെടുത്തുന്നത്. യേശുവിൻ്റെ അത്ഭുത രോഗശാന്തി സൂചിപ്പിക്കുന്നത് അവിടുന്ന് മനുഷ്യരുടെ പാപങ്ങളെ രക്ഷിക്കുവാൻ മാത്രമല്ല, അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, അവരെ സാത്താന്യ ശക്തികളിൽ നിന്ന്, പൈശാചിക ശക്തികളിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനാണ് എന്നുള്ളതാണ്. അവിടുന്ന് ഇതെല്ലാം എങ്ങനെയാണ് ചെയ്തത് എന്നുകൂടെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തിയെന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുവിൻ്റെ വാക്ക് അഥവാ ദൈവത്തിൻ്റെ വചനം. സത്യത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇത് തന്നെയാണ് കാണുന്നത്. സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ വാക്ക്, അവിടുത്തെ വചനം, അവിടുത്തെ ശബ്ദം, അത് പുറപ്പെടുവിച്ചാണ്, അഥവാ ആകാശമുണ്ടാകട്ടെ, സൂര്യനുണ്ടാകട്ടെ, ഭൂമി ഉണ്ടാകട്ടെ, ചന്ദ്രനുണ്ടാകട്ടെ, നക്ഷത്രങ്ങളുണ്ടാകട്ടെ, ഇങ്ങനെ ഉണ്ടാകട്ടെ 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 എന്ന ആ ദൈവപിതാവിൻ്റെ ശബ്ദം, ദൈവപിതാവിൻ്റെ വാക്ക്, ദൈവപിതാവിൻ്റെ വചനങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ ഈ മുഴുപ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ ഇവിടെ ഇതാ അതേ ദൈവം മനുഷ്യനായി യേശുക്രിസ്തുവിൻ്റെ പേരിൽ വന്നിരിക്കുന്നു.
അവിടുന്ന് വാക്കുകൊണ്ട് ഭൂതഗ്രസ്തരെ വിടുവിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ വാക്കുകൾക്ക്, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ഇന്നും ശക്തിയുണ്ട്. അത് കുറഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നൽകിയിരിക്കുന്ന ഈ തിരുവചനത്തിൽ ഉള്ള ഓരോ വചനങ്ങളും ഓരോ വാഗ്ദത്തങ്ങളും നമുക്ക് പൈശാചിക ശക്തികളിൽ നിന്നും അതുപോലെ പലവിധ ബലഹീനതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും വിടുതൽ നൽകുവാൻ മതിയായതാണ് ഈ തിരുവചനം. ആമേൻ.